രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുഖപത്രമായ കേസരി മാസികയുടെ പ്രചാരമാസ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 100 പ്രമുഖർ കേസരി വാരികയുടെ വരിക്കാരായി. സ്നേഹത്തിന്റെ സത്യവാങ്മൂലത്തിന്റെ പേരാണ് കേസരിയെന്ന് പ്രശസ്ത ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖരായ 100 വ്യക്തികളാണ് ഇന്ന് കേസരി വാരികയുടെ വരിക്കാരായത്. റിട്ടയർഡ് ജഡ്ജിമാരും ശാസ്ത്രജ്ഞന്മാരും ഉൾപ്പെടെയുള്ളവരാണ് കേസരിക്കൊപ്പം ചേർന്നത്. സ്നേഹത്തിന്റെ സത്യവാങ്മൂലത്തിന്റെ പേരാണ് കേസരി എന്ന് പ്രശസ്ത ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പറഞ്ഞു. കേസരി മാസികയുടെ പ്രചാരമാസത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിരിക്കുക എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ സന്ദേശം. അടുത്തിരിക്കുക, മനസ്സിലുള്ളൊരു കടുപ്പം അല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം, അടക്കി വയ്ക്കാതെ ഒടുക്കമാവോളം അകംപൊരുൾ തമ്മിൽ പകർന്നിരുന്നിടാം. അനുഭവിക്കും ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമില്ല, അറിഞ്ഞുകൊള്ളുക. രാജീവ് ആലുങ്കൽ ഹിന്ദുസ്ഥാൻ പ്രകാശൻ മാനേജിംഗ് ട്രസ്റ്റി MC ഷാജകുമാറിൽ നിന്നും വരിസംഖ്യാ രസീത് ഏറ്റുവാങ്ങി. ദേശീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ആശയങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി സമാരംഭിച്ച കേസരി വാരികയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ശതാബ്ദി വർഷത്തിൽ 100 പ്രമുഖർ കേസരി ചേരുന്നു. ഇത് ദേശീയതയുടെ, ഭാരതത്തിന്റെ ദേശീയ മൂല്യങ്ങളുടെ ഒരു ഉണർത്തുപാട്ടിന്റെ സുദിനം കൂടിയാണ്. കേസരി പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തെയും മൂല്യങ്ങളെയും എതിർക്കാൻ വേണ്ടി അച്ചുനിരത്തുന്ന ഒരു വാരികയും കേസരി വാരികയുടെ വരിക്കാരുടെ എണ്ണം ഒപ്പിക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. RSS ദക്ഷിണ ക്ഷേത്രീയ സഹബൗദ്ധിക് ശിക്ഷൻ പ്രമുഖ് KP രാധാകൃഷ്ണൻ, എഴുത്തുകാരൻ AP അഹമ്മദ്, കവി PP ശ്രീധരൻ ഉണ്ണി, സാഹിത്യകാരൻ PR നാഥൻ, മെഡിക്കൽ കോളേജ് റിട്ടയർഡ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ MK വത്സൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. കോഴിക്കോട് കേസരി ഹാളിൽ നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് പങ്കെടുത്തത്. ജനം, കോഴിക്കോട്.